അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ഏറ്റെടുത്ത് രാജ്യം മുഴുവൻ അങ്ങ് മറ്റൊരു ദീപാവലി കൂടി ആഘോഷിക്കുകയാണ്. തൃപ്പയാറിൽ നിന്ന് മനോജ് കൂടിയുടെ. മനോജെ, രാജ്യത്തുടനീളം, അത് കേരളമെന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഒരേപോലെ ഏറ്റെടുക്കുകയാണ്. ഈ രാജ്യത്ത് മാത്രമല്ല, രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തും എല്ലാവരും രാമഭക്തർ അങ്ങനെ ഏറ്റെടുക്കുകയാണ് ഈ പ്രാണപ്രതിഷ്ഠ, അതിൻ്റെ ആഘോഷമൊക്കെ. മറ്റൊരു ദീപാവലിക്ക് കൂടി രാജ്യം സാക്ഷ്യം വഹിക്കുന്നു അല്ലേ? തൃപ്പയാർ, എന്താണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ? തീർച്ചയായും ഉമേഷ്, ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് തൃപ്രയാർ ക്ഷേത്രത്തിലും ദീപം തെളിയുകയാണ്. ആ ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീരാം മുഴക്കിക്കൊണ്ട് ഭക്തജനങ്ങൾ ആ ദീപം തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിശ്വഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിന് മുന്നിൽ ഇത്തരത്തിലൊരു ദീപം തെളിയിക്കലും അതുപോലെ തന്നെ ലക്ഷദീപവും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഈ ലക്ഷദീപം തെളിയിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ വളരെ ആവേശത്തോടു കൂടിയിട്ട് ജയ് ശ്രീറാം മുഴക്കുന്ന ഒരു സന്ദർഭമാണിത്. വളരെ സന്തോഷത്തോടു കൂടി അവർ ഈ ദീപം തെളിയിക്കുകയാണ്. കാരണം ഇത്രയധികം കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ രാമക്ഷേത്രവും അതുപോലെ തന്നെ രാമലല്ലയുടെ ആ ഒരു പ്രതിഷ്ഠയും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് പ്രധാനമന്ത്രിയുടെ യജമാനത്വത്തിൽ തന്നെ അത്തരമൊരു പ്രതിഷ്ഠ നടന്നു. ആ പ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ദൃശ്യങ്ങളിലൂടെയാണെങ്കിലും സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ എല്ലാം വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും അതുപോലെ മറ്റ് ഹൈന്ദവ നേതൃത്വത്തിൽ ഇവിടെ അതൊക്കെ ഒരുക്കിയിരുന്നു. അതിലൊക്കെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി രാമമന്ത്രം മുഴക്കിക്കൊണ്ടാണ് ആ ഒരു പ്രതിഷ്ഠാ സമയത്ത് ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം തന്നെ അത് കൺകുളിർക്കെ കണ്ടത്. അതിനുശേഷം വൈകിട്ടോടുകൂടി ആ രാമമന്ത്രം മുഴക്കിക്കൊണ്ട് ഇവിടെ രാമജ്യോതി തെളിയിക്കുന്ന കാഴ്ചയാണ്. ആ രാമജ്യോതി ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുവിളക്കും അതുപോലെ തന്നെ പുറത്തും നിരവധി നിലവിളക്കുകൾ സജ്ജീകരിച്ചുകൊണ്ട് അതിലൊക്കെ ദീപം കൊളുത്തി രാമമന്ത്രം മുഴക്കിയാണ് ഇവിടെ വിപുലമായി ഭക്തജനങ്ങൾ ഈ ഒരു നിമിഷം, ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഈ മണ്ണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക ശ്രദ്ധയാർജിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അത്രയധികം നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് രാവിലെ ഇത് മുതൽക്ക് തന്നെ ഒഴുകിയെത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നിരവധി ഭക്തജനങ്ങളാണ് ഈ ശ്രീരാമനെ ദർശിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രതിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ്റെ ഇരുവശത്തുമായി ഭൂമിദേവിയും ലക്ഷ്മി ദേവിയും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് പ്രധാന വഴിപാടുകളും ചടങ്ങുകളും ഒക്കെ ഈ ക്ഷേത്രത്തിലുണ്ട്. അതിലൊരു ചടങ്ങ് കൂടിയാണ് മീനൂട്ടൽ. ആ മീനൂട്ടലിലും പ്രധാനമന്ത്രി അന്ന് പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ ഇവിടെ ഭക്തജനങ്ങളെത്തി. അവരൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് അതൊക്കെ കണ്ട് അതിനുശേഷം ഒരു ദീപം തെളിയിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓരോ ഭക്തജനങ്ങളും ഭക്തിയാദരപൂർവ്വം ആ ദീപം തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിന് ഉള്ളിലെ ചുറ്റുവിളക്കും കത്തിച്ചു കഴിഞ്ഞു. അതോടൊപ്പം മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ തൃപ്രയാറപ്പൻ്റെ പ്പനെ ദർശിക്കുവാൻ വേണ്ടി ഈ ദിവസം, ശുഭകരമായിട്ടുള്ള ദിവസം, ഇത്തരത്തിൽ ശ്രീരാമനെ ദർശിക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണ്. നിരവധിയധികം ഭക്തജനങ്ങളാണ് ഇവിടെ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് ഓരോ ഭാഗങ്ങളിലുമായി ഇത്തരത്തിൽ ആത്മാഭിമാന ജ്യോതി തെളിയുകയാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടി ഈ തൃപ്രയാറിലെ ഒരുക്കിയിട്ടുള്ള ആ രാമജ്യോതി അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളിൽ എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഇന്ന് ഈ ഭാരതത്തിൻ്റെ ഈ ലോകമെമ്പാടും ഉള്ള രാമഭക്തരുടെ ആ ഒരു ആത്മാഭിമാനം ഉയർത്തുന്ന നിമിഷങ്ങളാണ്. കാരണം ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ നമുക്കറിയാം നിരവധിയധികം ഭക്തജനങ്ങളാണ് ഈ പ്രാണപ്രതിഷ്ഠ കാണുവാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയിരുന്നത്. അവരുടെയൊക്കെ ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം തന്നെ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് വളരെയധികം സന്തോഷപൂർവ്വമായിരുന്നു അവർ ആ കാഴ്ച കണ്ടത്. കാരണം 500 വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. അവസാനം അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നത് ഈ ലോകത്തിൻ്റെ തന്നെ നായകനായിട്ടുള്ള പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവകം എന്ന് പറയുന്ന ഈശ്വരീയ പ്രസ്ഥാനത്തിൻ്റെ സർസംഘചാലകം, അതുപോലെ തന്നെ മറ്റ് അവിടെയുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എല്ലാവരും അതിൽ നേരിട്ട് സാക്ഷ്യം വഹിച്ചപ്പോൾ മറ്റ് രാമഭക്തരെല്ലാം തന്നെ ദൃശ്യങ്ങളിലൂടെയും വിവിധ
മറ്റ് സജ്ജീകരിച്ചിട്ടുള്ള ഓരോ സ്ഥലത്തു നിന്നും അവരൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ട് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് അവിടെ നിന്നും ജയ് ശ്രീറാം മുഴക്കി. ഇന്നും ഇവിടെയും ഇത്തരത്തിൽ തന്നെ ഈ ദീപം തെളിയിക്കുന്നത് അവർ ഈ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് തന്നെയാണ്. അവർ